നെക്സ്റ്റ് നമ്മൾ കുറച്ച് രസായനങ്ങളെ പറ്റിയാണ് പറയുന്നത്. കുറച്ച് പലതരത്തിലുള്ള രസായനങ്ങളെ പറ്റി, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസായനങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ബ്രഹ്മരസായനം. അപ്പോൾ ഓരോ രസായനത്തെ പറ്റി പഠിക്കുമ്പോഴും കുറേ രസായനങ്ങളും വിനവാജീകരണത്തിൻ്റെ യോഗമൊക്കെ പഠിക്കുമ്പോൾ അത് മറന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഏതൊരു രസായനം പഠിക്കുമ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഓർമ്മ കിട്ടും. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കറി വെക്കുന്ന പോലെ അപ്പം അത് ഇങ്ങനെ പഠിക്കുമ്പം തന്നെ ചിന്തിക്കുക, നമ്മളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിക്ക് ചിന്തിച്ചുകൊണ്ട് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്, ആ ബ്രഹ്മരസായനത്തിലെ ഇൻഗ്രീഡിയൻ്റ് ആണ് പറയാൻ പോകുന്നത്. ആമലകി വിത്ത് ഗുഡ് ക്വാളിറ്റീസ് 1000 ഇൻ നമ്പർ ആർ ടേക്കൺ. അതായത് ആമലകി, നെല്ലിക്കയാണ് നമ്മൾ എടുക്കുന്നത്. അത് എത്ര എണ്ണം വേണം? 1000 എണ്ണം. ഇച്ചിരി വലിയ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് 1000 എണ്ണം എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ 1000 എണ്ണം ആമലകി വിത്ത് ഗുഡ് ക്വാളിറ്റീസ്, അതായത് നല്ല ക്വാളിറ്റിയുള്ള ആമലകി എടുക്കാൻ പറയുന്നു. ദെൻ ഡു സ്വേദന വിധി ആഫ്റ്റർ ഇറ്റ് ഈസ് കുക്ക്ഡ്, കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ പിഷ്ട ഫോം. അതായത് അതിനുശേഷം സ്വേദന വിധി വഴി, അതായത് ആവി കൊള്ളിക്കുക, ആവി കൊള്ളിച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാനാണ് പറയുന്നത്. ആഫ്റ്റർ ഇറ്റ് ഈസ് കുക്ക്ഡ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ പിഷ്ട ഫോം. അപ്പോൾ പുഴുങ്ങിക്കഴിയുമ്പോൾ അത്യാവശ്യം വെന്ത് കഴിയുമ്പം അതിനെ പേസ്റ്റ് ആക്കാനാണ് പറയുന്നത്. Then it should be dried in anadapa condition, that is without sunlight, after removing its seed, and then it is made into a churna form. അപ്പോൾ അതിന് ശേഷം, അതായത് നമ്മൾ പുഴുങ്ങിയെടുത്ത് അതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അതിന് ശേഷം അതിനെ ഉണക്കാൻ പറയുന്നു. എങ്ങനെ? അനാദപ ശുഷ്കം, അതായത് അനാദപ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് സൺലൈറ്റ്. അപ്പോൾ ഡയറക്റ്റ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉണക്കായി പോകും. അതുകൊണ്ട് ഒരു തണലത്ത് വെച്ച് ഉണക്കാനാണ് പറയുന്നത്. എന്തിനാ പറഞ്ഞത്? ആഫ്റ്റർ റിമൂവിങ് ഇറ്റ് സീഡ്, എന്നിട്ട് അതിൻ്റെ സീഡ് റിമൂവ് ചെയ്തതിന് ശേഷം ദെൻ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ടു എ ചൂർണ ഫോം. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം അതിനെ പൊടിക്കാൻ പറയുന്നു. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണക്കുന്നത്. അപ്പോൾ ഉണക്കാൻ പറയുന്നു. പിന്നെ എന്താ പറയുന്നത്? ദെൻ ദീസ് ചൂർണ ഈസ് ആഡഡ് വിത്ത് സ്വരസ ഓഫ് 1000 ആമലകി. എന്നിട്ട് ഈ ചൂർണത്തിൻ്റെ അകത്തേക്ക് പിന്നെയും 1000 ആമലകിയുടെ സ്വരസം എടുത്ത് ആഡ് ചെയ്യാൻ പറയുന്നു. ആൻഡ് ടു ദീസ് 1/8 പൗഡർ ഓഫ് ചന്ദന, ശംഖപുഷ്പി, പിപ്പലി, വജ. അപ്പം ചന്ദനത്തിൻ്റെ, പിന്നെ ശംഖപുഷ്പത്തിൻ്റെ, തിപ്പലി, വജ എന്ന് പറഞ്ഞാൽ വയമ്പ്. അപ്പോൾ ഇത്രയും സാധനത്തിൻ്റെ പൊടി, ഇത്രയും ഡ്രഗ്സിൻ്റെ പൊടി 1/8 പാർട്ട് ആഡ് ചെയ്യാൻ പറയുന്നു, ഇത്രയും ഡ്രഗ്സിൻ്റെ പൊടി. ആൻഡ് ടു ദീസ് ആഡ് സഹസ്രപല ഓഫ് നാഗബല ആൻഡ് ഡ്രൈ ഇൻ ഷെയ്ഡ്. അപ്പോൾ ഇത്രയും ഡ്രഗ്സ് എടുത്ത് വെച്ചു. അപ്പം നമ്മൾ നെല്ലിക്ക പുഴുങ്ങി അതിലേക്ക് 1000 നെല്ലിക്കയുടെ സ്വരസം ഒഴിച്ചു. എന്നിട്ട് ഈ 1/8 പൗഡർ ഓഫ് ശംഖപുഷ്പി, പിപ്പലി, ചന്ദനത്തിൻ്റെ ഒക്കെ പൊടി ചേർത്തു. അതിന് ശേഷം 1000 പലം നാഗബല. അപ്പോൾ എല്ലാം തന്നെ 1000ൻ്റെ കണക്കാണ് കൂടുതലും. അപ്പോൾ 1000 പലം നാഗബല ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് ഡ്രൈ ഇൻ ഷെയ്ഡ്. എന്നിട്ട് പിന്നെയും അത് ഉണക്കാൻ പറയുന്നു. എന്നിട്ട് ദെൻ ആ ഡബിൾ ക്വാണ്ടിറ്റി ഓഫ് ഘൃത, ക്ഷൗദ്ര ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ക്ഷുദ്രഗുഡ ഫോം. എന്നിട്ട് ക്ഷുദ്രഗുഡം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ലേഹ്യത്തിൻ്റെ ഫോമിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നെയ്യും തേനും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിനെ ക്ഷുദ്രഗുഡ ഫോം, അതായത് ഒരു ലേഹ്യത്തിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം എന്താ പറയുന്നത്? ദെൻ ഇൻ ഗീ സ്മിയർഡ് കുംഭ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ അന്തർഭൂമി. അതായത് അതിനുശേഷം, അപ്പോൾ ഇത്രയും ഡ്രഗ്സ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതൊരു ഗീ സ്മിയർഡ്, അതായത് നെയ്യ് ചേർത്ത ഒരു കുംഭത്തിലേക്ക് അതിനെ ഇട്ട് വെക്കാൻ പറയുന്നു. എന്നിട്ട് എത്ര ദിവസമാണ്? ഫോർ 1 പക്ഷ 15 ഡേയ്സിലേക്ക് ഭൂമിയുടെ അടിയിൽ കുഴിച്ചിടാൻ പറയുന്നു ആ കുടത്തെ. അപ്പം നെയ്യ് ചേർത്ത കുടത്തിലേക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ഷുദ്രഗുഡ ഫോമിലുള്ള പ്രിപ്പറേഷൻ ആഡ് ചെയ്തതിന് ശേഷം അതിനെ ഭൂമിക്കടിയിൽ 15 ദിവസം, ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസമാണ്, ഒരു പക്ഷക്കാലത്തേക്ക് കുഴിച്ചിടാൻ പറയുന്നു. അതിനുശേഷം എന്താ? ദെൻ ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ആഡഡ് 1/8 ക്വാണ്ടിറ്റി ഓഫ് സ്വർണ്ണ, രജത ആൻഡ് താമ്ര. ഈ 15 ദിവസത്തിന് ശേഷം ഇത് പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? അതിലേക്ക് സ്വർണം, രജതം, താമ്രം തുടങ്ങിയ ലോഹങ്ങൾ 1/8 ക്വാണ്ടിറ്റി. നേരത്തെ മറ്റേ ചന്ദനവും വയമ്പും ഒക്കെ നമ്മൾ പറഞ്ഞതും 1/8 ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പം ഇതും 1/8 ക്വാണ്ടിറ്റി, അതായത് സ്വർണം, സിൽവർ, താമ്രം, കോപ്പർ ഒക്കെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. 1/8 ക്വാണ്ടിറ്റി. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? ബ്രഹ്മരസായനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഡോസാണ്. ഡോസ് എന്ന് പറഞ്ഞാൽ 1/2 കർഷം യൂസ് ചെയ്യാനാണ് പറയുന്നത്. 1/2 കർഷം ഉപയോഗിക്കാൻ. അപ്പം അതിൻ്റെ ഡോസ് 1/2 കർഷമാണ്. അനുപാനം എന്ന് പറയുന്നത് ഷാഷ്ടികം എലോങ് വിത്ത് പയസ് ആൻഡ് സപ്പി. മിക്ക രസായനങ്ങളുടെയും തന്നെ അനുപാനം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറയുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ഷാഷ്ടികം. അപ്പോൾ ഷാഷ്ടികം എലോങ് വിത്ത് പയസ് ആൻഡ് സർപ്പി, അതായത് പാലിൻ്റെയും നെയ്യുടെയും കൂടെ ഷാഷ്ടികം കഴിക്കാനാണ് പറയുന്നത്. ദെൻ ഇറ്റ്സ് ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രാതഃകാലം, അതായത് മോർണിംഗ് ടൈമിൽ വേണം ഇത് കഴിക്കാൻ എന്ന് പറഞ്ഞു. മോർണിംഗ് ടൈമിൽ, പ്രാതഃകാലത്ത് വേണം ബ്രഹ്മരസായനം കൺസ്യൂം ചെയ്യാൻ എന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സാണ് പറയുന്നത്. അപ്പോൾ ബെനിഫിറ്റ്സ് എന്താ? ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ദീർഘായു, മഹാബലം, അരോഗി, കാന്തഃ, ധരണീധരഃ,
എന്ന് പറയുന്നു. അതായത് ദീർഘായു, അതായത് പ്രൊമോട്ട്സ് ലോഞ്ചിവിറ്റി. അപ്പം ഒരാളുടെ ആയുസ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ മഹാബലം പ്രൊവൈഡ് ചെയ്യും, സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. ആരോഗ്യ ഫ്രീ ഫ്രം ഡിസീസസ് ആയിരിക്കും ആ പേഴ്സൺ. കാന്തിയൊക്കെ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത്, അതായത് കോംപ്ലക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയുന്നു. ധരണി ധരഹ കോമ്പാക്ട് ലൈക്ക് സ്റ്റീൽ, അതായത് സ്റ്റീലിൻ്റെ അത്രയോ ശക്തരാകും എന്ന് പറയുന്നു ആ പേഴ്സൺ. പിന്നീട് എന്താ പറയുന്നത്, ഇവൻ വിഷ ബിക്കംസ് അവിഷ ഇൻ ദ പേഴ്സൺ. അപ്പം വിഷം പോലും ഈ ബ്രഹ്മരസായനം കഴിക്കുന്ന ആൾക്കാരിൽ ആ വിഷമായി മാറും എന്നാണ് പറയുന്നത്. അതായത് വിഷത്തിൻ്റെ എഫക്റ്റ് ഒന്നും ആ പേഴ്സണെ ബാധിക്കില്ല എന്ന് പറയുന്നു. അപ്പം ബെനിഫിറ്റ്സ് പറഞ്ഞു, പ്രൊവൈഡ് ദീർഘായു, മഹാബലം, ആരോഗ്യ, കാന്തഹ, ധരണി ധരസാരഹ, ഇവൻ വിഷ ബിക്കംസ് അവിഷ ഇൻ ദ പേഴ്സൺ. അപ്പം നമ്മൾ ബ്രഹ്മരസായനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ബ്രഹ്മരസായനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ആദ്യമേ ആമലകി 1000 എണ്ണം എടുത്തിട്ട് അത് ദെൻ ഡൂ സ്വേദന വിധി, എന്നിട്ട് അതിനെ ഒരു പിഷ്ട ഫോമിലാക്കാൻ പറയുന്നു. ദെൻ ഇറ്റ് ഷുഡ് ബി ഡ്രൈഡ് ഇൻ അനാഥബ കണ്ടീഷൻ. അനാഥബ കണ്ടീഷനിൽ അതിനെ ഡ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ സീഡ് റിമൂവ് ചെയ്തിട്ട് ചൂർണ ഫോമിലാക്കാൻ പറയുന്നു. അതിലേക്ക് 1000 നെല്ലിക്കയുടെ സ്വരസം ആഡ് ചെയ്യുക. ഇപ്പം നമ്മൾ ഉണ്ടാക്കുമ്പം നമ്മളിത് ഒഴുക്കിയാണ് 1000 നെല്ലിക്കയുടെ സ്വരസം ആഡ് ചെയ്തിട്ട് അതിലേക്ക് 1/8 ചന്ദനോ ശംഖുപുഷ്പമൊക്കെ ഓരോ പാത്രത്തിൽ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കണം. ആ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അന്ന് ഓരോ ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ കുക്കറി ഷോയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഇതായ ഓരോ ഇൻഗ്രീഡിയൻസ് 1/8 ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നു. അതിലേക്ക് സഹസ്രഫലം നാഗബല ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടെ ഉണക്കുക, ഡ്രൈഡ് ഇൻ ഷെയ്ഡ് തന്നെ, ഷെയ്ഡിൽ വെച്ച് തന്നെ, അതായത് തണലത്ത് വെച്ച് തന്നെ ഉണക്കാൻ പറയുന്നു. അതിലേക്ക് ഡബിൾ ക്വാണ്ടിറ്റിയിൽ ഘൃതം, ക്ഷൗദ്രം ഒക്കെ ആഡ് ചെയ്തിട്ട് ലേഹ്യ ഫോമിലേക്ക് മാറ്റാൻ പറയുന്നു. 15 ദിവസത്തേന് ഒരു കുംഭത്തിലാക്കി അതിനെ ഭൂമിക്കടിയിൽ കുഴിച്ചിടാൻ പറയുന്നു. ലാസ്റ്റ്ലി അതിലേക്ക് സ്വർണം, രജതം, താമ്ര തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രിപ്പറേഷൻ. പിന്നീട് അതിൻ്റെ ഡോസ് നമ്മൾ പറയുന്ന 1/2 കർഷം, അനുപാനമായിട്ട് ശാഷ്ടികം എലോം വിത്ത് പയസ് ആൻഡ് സർപ്പി പറയുന്നുണ്ട്. പിന്നെ ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന പ്രാതഃ കാലത്തിൽ കൊടുക്കാമെന്ന് പറയുന്നു. ബെനിഫിറ്റ്സ് ദീർഘായു, മഹാബലം ഒക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ബ്രഹ്മരസായനം പറയുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ചവനപ്രാശം. നമുക്കറിയാം, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒത്തിരി കഴിച്ചിട്ടുള്ളൊരു ഇതാണ്, രസായനമാണ് ചവനപ്രാശം. അപ്പോൾ ചവനപ്രാശത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. 1 പല ഓഫ് മഹത് പഞ്ചമൂല എന്ന് പറയുന്നു. അപ്പം മഹത് പഞ്ചമൂലം ഒരു പല എടുക്കാനാണ് പറയുന്നത്. അതിലെന്തൊക്കെയാണ് മഹത് പഞ്ചമൂലം ഏതൊക്കെയാണ്? ബിൽവ, അഗ്നിമന്ദ, ശ്യോണക, കാശ്മീരി, പാടല. അപ്പോൾ ഇതാണ് മഹത് പഞ്ചമൂലങ്ങൾ. അപ്പോൾ ഈ മഹത് പഞ്ചമൂലങ്ങളെല്ലാം ഒരു ഫലം. ആൻഡ് ടു ദീസ് ആഡ് 1 പല ഓഫ് ദ്രാക്ഷ, അഗരു, ചന്ദനം, ശ്വദംഷ്ട്ര എക്സെട്ര ഡ്രഗ്സ്. ഇതിലേക്ക് ഒരു ഫലം ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ, അഗരു എന്ന് പറഞ്ഞാൽ അഖില്, പിന്നെ ചന്ദനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശീതവീര്യമുള്ള ഡ്രഗ്സാണ് ചന്ദനമൊക്കെ. അപ്പോൾ ചന്ദനം, ശ്വദംഷ്ട്ര എന്ന് പറഞ്ഞാൽ ഞെരിഞ്ഞിൽ. അപ്പോൾ ഇത്രയും ഡ്രഗ്സും ഒരു ഫലം ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ മഹത് പഞ്ചമൂലം ഒരു ഫലമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസും ഒരു ഫലം വീതം ആഡ് ചെയ്യാൻ പറയുന്നു. അതിലേക്ക് ഇൻറ്റു ദീസ് 50 ആമലകി ആൻഡ് ബോയിൽ ഇറ്റ് ഇൻ 1 ദ്രോണ ഓഫ് ജല. ഇതിൽ മറ്റേതിൽ 1000 ആമലകിയായിരുന്നു. ഇവിടെ 500 ആമലകി എടുത്തിട്ട് തിളപ്പിക്കാൻ പറയുന്നു. വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് എന്തോരം വെള്ളത്തിൽ? 1 ദ്രോണ ഓഫ് ജലം. 1 ദ്രോണ ജലത്തിലാണ് നമ്മൾ ഈ ആമലകിയും ഈ മേലെ പറഞ്ഞ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടിയിട്ട് തിളപ്പിക്കാൻ പറയുന്നത്. വെൻ ജ്യൂസ് ഓഫ് ദ മെഡിസിൻസ് കംസ് ടു വാട്ടർ, ദ ഡിക്കോക്ഷൻ ആൻഡ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ ആമലകി ടേക്കൺ ഔട്ട്. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇതിൻ്റെ അകത്തെ സത്ത്, അതായത് ഈ നെല്ലിക്കകത്തെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അകത്തെയും സത്ത് നല്ലതായിട്ട് അതിൻ്റെ അകത്തെ ജ്യൂസ് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങിയെന്ന് തോന്നിക്കഴിയുമ്പം എന്ത് ചെയ്യണം? ഈ ഫ്രൂട്ട്സ് ഓഫ് ആമലകി പുറത്തെടുക്കണം. ദെൻ ദീസ് ആമലകി ഫ്രൈഡ് ഇൻ 12 ഫലം, അതായത് 12 ഫലം ഓഫ് തൈലം ആൻഡ് സർപ്പി ആൻഡ് 1/2 തുലം ഓഫ് മത്സ്യണ്ടിക. എന്നിട്ട് ഈ ആമലകി പുറത്തെടുത്തതിന് ശേഷം ഇതിനെ വറുക്കുക, ഫ്രൈ ചെയ്യുക. എന്തിലാ? 12 ഫലം ഓഫ് തൈല ആൻഡ് സർപ്പി. തൈലത്തിൻ്റെയും സർപ്പിയുടെയും 12 ഫലം എടുത്തിട്ട് അതിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ എന്ന് പറയുന്നു. ആൻഡ് 1/2 തുല മത്സ്യണ്ടിക, അതായത് പ്യുവർ ഷുഗർ, നമ്മൾ വെക്കുന്ന പഞ്ചസാര എന്തോരം ആഡ് ചെയ്യണം? 1/2 തുലാം ആഡ് ചെയ്യാൻ പറയുന്നു. പിന്നെന്താ ചെയ്യേണ്ടത്? ബോയിൽഡ് ടിൽ ഇറ്റ് ബിക്കം ലേഹ കൺസിസ്റ്റൻസി. നേരത്തെ ക്ഷൗദ്രഗുഡ എന്നൊരു ടേമായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ പറയുന്നത് എന്താ? ലേഹ കൺസിസ്റ്റൻസി ആകുന്നിടം വരെയും അത് ബോയിൽ ചെയ്യാൻ പറയുന്നു. ആഫ്റ്റർ കൂൾഡ് ആഡ് ഹണി, ഏല, പത്രകേസരം അസ് പ്രക്ഷേപക ദ്രവ്യം. ത്വഗ്ഗേല, പത്രകേസരവും പിന്നെ ഹണിയും കൂടെ ഇതിലേക്ക്, അതായത് ചതുർജാതമാണ് ത്വഗ്ഗേല, പത്രകേസരം നമ്മൾ ദ്രവ്യത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിൻ്റെ കൂടെ തേനിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറയുന്നു പ്രക്ഷേപക ദ്രവ്യമായിട്ട്. അപ്പം മഹത് പഞ്ചമൂലം, ദ്രാക്ഷ തുടങ്ങിയ ഇൻഗ്രീഡിയൻസ്, ഏറ്റവും ലാസ്റ്റ്ലി പ്രക്ഷേപക ദ്രവ്യമായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ചതുർജാതകം, അതും ആഡ് ചെയ്യാൻ പറയുന്നു.
അപ്പോൾ പിന്നെ ഇതിൻ്റെ പറയുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. കാസശ്വാസഹരമാണ് ചവനപ്രാശം. അപ്പം ചുമയോ ശ്വാസം മുട്ടലോ ഒക്കെ ഉള്ളവർക്ക് ചവനപ്രാശം കഴിക്കാമെന്ന് പറയുന്നു. ഫോർ അംഗവർദ്ധനം, നമ്മളും ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഫോർ അംഗവർദ്ധനം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് മേധ ഇമ്പ്രൂവ് ചെയ്യും, ഇൻ്റലക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ, സ്മൃതി ഇമ്പ്രൂവ് ചെയ്യാൻ, ബലം ഇന്ദ്രിയാണ്, ഇന്ദ്രിയങ്ങൾക്ക് ബലം ലഭിക്കാൻ. ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഈ ബെനിഫിറ്റ്സിനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കഴിക്കുന്നത്, ചവനപ്രാശം കഴിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ കാസശ്വാസഹരമാണ്, അംഗവർദ്ധനമാണ്, പ്രൊമോട്ട്സ് മേധ, സ്മൃതി, ബലം ഇന്ദ്രിയാണ്. അപ്പോൾ ആദ്യമേ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ചവനപ്രാശത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് മഹത് പഞ്ചമൂലം, ദ്രാക്ഷ, അഗരു, ചന്ദനം, ശ്വദംഷ്ട്ര കൊടുക്കാമെന്ന് പറയുന്നു. അതിലേക്ക് 500 ആമലകി ആഡ് ചെയ്യാൻ പറയുന്നു. ആൻഡ് ബോയിൽ ഇറ്റ് ഇൻ 1 ദ്രോണ ഓഫ് ജല. ഇതിലേക്ക് ഈ ആമലകി നല്ലതായിട്ട് അതിൻ്റെ അകത്ത് സത്തൊക്കെ ഇറങ്ങിയെന്ന് തോന്നിക്കഴിയുമ്പോൾ ആമലകി എടുത്ത് മാറ്റിയിട്ട് ഈ ആമലകി 12 ഫലം തൈലസർപ്പിയിൽ ഫ്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. അതിലേക്ക് മത്സ്യണ്ടിക ആഡ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ലേഹ കൺസിസ്റ്റൻസി ആകുന്നിടം വരെ ബോയിൽ ചെയ്യാൻ പറയുന്നു. അതിലേക്ക് പ്രക്ഷേപക ദ്രവ്യങ്ങൾ ആഡ് ചെയ്യുന്നു, തുകയില, പത്രകേസരം, പിന്നെ തേൻ ചേർത്ത്. ബെനിഫിറ്റ്സ് കാസശ്വാസഹരമൊക്കെയാണെന്ന് പറയുന്നു.